ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 7 കട്ടപ്പണി കാണാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഭയങ്കരമായ ടാസ്ക് ആണെന്നൊക്കെ തോന്നുമെങ്കിലും ഇതുവരെ കൊടുത്തിട്ടുള്ള ടാസ്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു. എല്ലാവരും ഈസി ആയിട്ട് തന്നെ ഈ ഒരു ടാസ്ക് ചെയ്തു. ഈ ടാസ്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ടേബിളിൽ ബ്ലോക്സ് ക്യാരംസിൽ അടിച്ച് തെന്നിച്ച് വിടുന്ന പോലെ തെന്നിച്ച് വിടണം, ഗോൾ പോസ്റ്റിലേക്ക് എത്തിക്കണം. എന്നിട്ട് ആ ഒരു ഗോൾ പോസ്റ്റിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് അടുക്കി ഈ ഒരു റൂളറിൽ വെച്ചോണ്ട് പോകണം. പിന്നെ ഈ കാണുന്ന ഇതിന് മുകളിൽ കൂടി നടന്നു പോയി ആ ബോക്സിലേക്ക് ഇടണം എന്നുള്ളതാണ് ടാസ്ക്. അട്ട താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും പോയി സ്ലൈഡ് ചെയ്ത് ഗോൾ പോസ്റ്റിൽ എത്തിച്ച് അടുക്കി തിരിച്ചു വരണം. ഇതാണ് ടാസ്ക്. നല്ല രീതിക്ക് എല്ലാവരും ടാസ്ക് ചെയ്ത പോലെ തോന്നി കേട്ടോ. എല്ലാവരെയും എടുത്തു പറയണം. ഒരാൾക്ക് പോലും രണ്ടാമതായിട്ട് ടാസ്ക് ചെയ്യേണ്ടി വന്നില്ല എന്ന് ഞാൻ ഓർത്തോണ്ടിരിക്കുന്ന സമയത്താണ് സാബുമാൻ രണ്ടാമതായിട്ട് ടാസ്ക് ചെയ്യുന്നുണ്ട്, പിന്നെ ആര്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഇവർ രണ്ടുപേരുമാണ് ഇത്തിരി ഒന്ന് നിരാശപ്പെടുത്തി ഈ ഒരു ടാസ്കില്. പിന്നെ സാബുമാൻ സീസോൺ അവിടെ നിന്ന് 2 തവണ ചെയ്തു എത്തിച്ചു കേട്ടോ. പിന്നെ ആര്യൻ ആണെങ്കിലും 2 തവണ ഇത് ചെയ്തു. ആര്യന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്സ് അറ്റത്തേക്ക് അല്ലാതെ ഇത്തിരി നടുക്കോട്ട് ആര്യൻ ആക്കുന്നുണ്ട്. അനുമോളും അങ്ങനെ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിരുന്നു. പിന്നെ 2 കൈയും ആര്യൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു വീണ്ടും തുടങ്ങുക ആര്യൻ എന്ന്. ആര്യനെതിരെ വീണ്ടും കട്ട അറേഞ്ച് ചെയ്തിട്ട് തുടങ്ങി. അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും ആര്യനെതിരായിട്ട് പറയുന്നുണ്ട് ഇത് 2 കൈ യൂസ് ചെയ്യാൻ പാടില്ല എന്നും പിന്നെ അറ്റത്തേക്ക് വെക്കാനും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ആര്യന്റെ കള്ളക്കളി ബിഗ് ബോസ് ലൈറ്റായിട്ട് വീണ്ടും പൊക്കിയ പോലെ എനിക്ക് തോന്നി. എത്രയെന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസിന് മിണ്ടായിരിക്കാനായിട്ട് പറ്റുന്നത്? ടാസ്ക് മാനിയെ കാണുന്ന ഒരു പേരുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ ടാസ്കിലും അങ്ങ് ജയിക്കാൻ വേണ്ടി എന്ത് കള്ളത്തരവും കാണിക്കാവുന്നതാണോ? അങ്ങനെയൊന്നും പാടില്ല. ഒരു നേരും നെറിയൊക്കെ വേണം. എന്ത് ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും ഇത്തിരി ഒരു നേരും നെറിയൊക്കെ വേണം. അതൊക്കെ പ്രേക്ഷകർ നോക്കുന്നുണ്ട്, ജനങ്ങൾ കണ്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.